നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 739 739. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 739. അഭക്ത ലക്ഷണം, ഭക്തന്മാരല്ലാത്തവരുടെ ലക്ഷണത്തിൻ്റെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇത് ഭഗവാന്റെ ഉപാസനാകാന്ഡത്തിൽ 10ാം സർഗ്ഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 9ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. അതായത് ആഗ്രഹങ്ങൾ വലിച്ച് അങ്ങിങ്ങ് ഓരോരോ വിഷയങ്ങളിൽ ചിത്തം പ്രവൃത്യുന്മുഖമായി തന്നെ തീർക്കും അസംശയം. ആരേനെ? അഭക്തന്മാർക്ക്. ഇനി 10ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ആമട്ടോടും മനസ്സിൻ്റെ ബഹിർഗമന വാസന അകറ്റായിൽ അത് എമ്മട്ടിൽ ആത്മാഭിമുഖമായി വരും. ഒരു ചോദ്യം ചോദിക്കുകയാണ് ആ ഭക്തന്മാരോട്. മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ആത്മാവിന് അഭിമുഖമായിട്ട് എങ്ങനെ വരും? അപ്പം ഞാൻ ചോദിക്കട്ടെ, ക്ഷേത്രത്തിൽ പോയാൽ എന്താ സംഭവിക്കണത്? ശരീരമാണ് ഭഗവാന് ഈ പ്രതിഷ്ഠയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രതിഷ്ഠയിൽ കാണേണ്ടത് എന്തിനെയാണ്? അവരവരുടെ ആത്മാവിനെയാണ് കാണേണ്ടത്. ദുർഗയായിട്ടും കൃഷ്ണനായിട്ടും ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും എന്ന് വേണ്ട, ഏതെല്ലാം മൂർത്തികളെ നമ്മൾ ആരാധിക്കുന്നു ആ സമയത്ത് ആ മൂർത്തി നമ്മുടെ ആത്മാവിൻ്റെ രൂപമാണ്. അതുകൊണ്ട് ഈ ഭക്തലക്ഷണം പറയുമ്പോൾ ഒരു മൂർത്തിയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പൂജിക്കാവൂ. നല്ല ഫലം കിട്ടുള്ളൂ. കാരണം എല്ലാ മൂർത്തികളെയും പൂജിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഈശ്വരനെ പൂജിക്കാൻ അറിയണം. ആരാ ഈശ്വരൻ? ജഗതീശ്വരൻ ആരാ? ബ്രഹ്മം. ആ ബ്രഹ്മം എവിടെ ഇരിക്കണത്? നമ്മുടെ ഉള്ളിൽ. നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിനാണ് ബ്രഹ്മം എന്ന് പറയുക. അതാണ് ഇവിടെ പറഞ്ഞത്. ആമട്ടോടും മനസ്സിൻ്റെ ബഹിർഗമന വാസന. മനസ്സിനെ പുറമേക്ക് വിടുമ്പോൾ അകറ്റായിൽ അത് എമ്മട്ടിൽ ആത്മാഭിമുഖമായി വരും. അന്തർമുഖനാവുക എന്നൊരു ചൊല്ലുണ്ട്. അന്തർമുഖനാവുക എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന ചൈതന്യത്തിനെ ഉപാസിക്കാന്നർത്ഥം. അൾട്ടിമേറ്റ് പോയിൻ്റാണ് വേദാന്തത്തിൽ, ഭക്തിയുടെ ഭാവത്തിൽ അൾട്ടിമേറ്റ് സത്യം. മണി അടിച്ചു അമ്പലത്തിൽ സത്യം പറഞ്ഞപ്പോൾ. അപ്പോൾ ദേഹാഭിമാനം മുൾപ്പൂവിലുറച്ചിടുക കാരണം ശരീരമാണ് ആത്മാവ് എന്ന് തെറ്റിദ്ധരിക്ക കാരണം പല കർമ്മങ്ങളും പാരിൽ ചെയ്യേണ്ടി വരുമെങ്കിലും, പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയാണെങ്കിലും മർത്യനൊഴിച്ചുകൂടാത്ത മുഖ്യകൃത്യം മനസ്സിനെ ഈശ്വരോന്മുഖമായി തീർക്കൽ മാത്രമാം മിഥിലാധിപ. അതായത് ഇക്ഷ്വാകു വംശകുലനാഥനായിരിക്കുന്ന നേമി ചക്രവർത്തിയോട് പറയാണ് കാര്യങ്ങൾ. ഈ മർത്യനൊഴിച്ചുകൂടാത്ത മുഖ്യകൃത്യം മനസ്സിനെ ഈശ്വരോന്മുഖമായി തീർക്കൽ മാത്രമാം ഇതിലാധിപാം. അതോർത്ത് അന്തര്യാമിയെ താൻ ആശ്രയിപ്പൂ മനീഷികൾ. ഇത് ഇനി എപ്പോഴാണ് മനസ്സിലാവുക? ഏതോർത്തിട്ട്? മനസ്സിനെ അന്തർമുഖമാക്കാതെ കണ്ട് ആത്മാഭിമുഖമാവില്ല. അപ്പോൾ ആത്മാവിനെയാണ് നമ്മൾ പൂജിക്കേണ്ടത് എന്ന് എത്ര പേർക്കറിയാം? അതോർത്ത് അന്തര്യാമിയെ താൻ ആശ്രയിപ്പൂ മനീഷികൾ. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കയ്യിലുള്ളതല്ലേ നമ്മുടെ സ്വന്തം.
ക്ഷേത്രം നമ്മുടെ സ്വന്തമാണോ? അല്ലല്ലോ. അപ്പോൾ നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിലെ ക്ഷേത്രജ്ഞനാകുന്ന ആ ബ്രഹ്മചൈതന്യത്തിനെ നമ്മൾ എന്തുകൊണ്ട് അകറ്റി നിർത്തണം? അകറ്റി നിർത്തിയാൽ നാശം. അത്തരം പുണ്യപന്ഥാവിൽ തന്നെയുള്ളം രമിക്കുകിൽ. തന്നിലുള്ള ചൈതന്യത്തിൽ ആത്മാരാമത്വത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ശ്രേഷ്ഠത വേറെ ഒന്നുമില്ല. അപ്പോൾ നേടാനെന്തുണ്ട് മറ്റൊന്ന്? ഈ ലോകത്തിൽ ഉള്ളിലുള്ള അന്തര്യാമിയെ വിട്ട് നേടാനെന്തുണ്ട്? അപ്പോൾ എത്ര ആൾക്കാരെ തെറ്റ് ചെയ്യുന്നത് ആലോചിച്ച് നോക്കും. എന്തിനാ ഈ കുതിരപ്പന്തയം ടക്ക പറഞ്ഞ എവിടേക്കാണ് നമ്മൾ പോണത്? വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ലോ പോയിൻ്റാണത്. വേദാന്ത നിയമത്തിൻ്റെ ഒരു ലോ ആണത്. അതോർത്ത് അന്തര്യാമിയെ താൻ ആശ്രയിപ്പൂ മനീഷികൾ. അത്തരം പുണ്യപന്താവിൽ തന്നെ ഉള്ളം രമിക്കുകിൽ. നേടാനെന്തുണ്ട് മറ്റൊന്ന് മഹത്താം ആർഷഭൂമിയിൽ. ഈ സ്ഥലം ഭാരതഖണ്ഡം എന്താ? ആർഷഭൂമിയിൽ നിഷ്പ്രയോജനയത്നങ്ങൾ ചെയ്തു തന്നെ ജഗത്തിതിൽ. നിഷ്പ്രയോജനം, ഒരു ഫലമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്നത്. ആലോചിച്ച് നോക്കണം. നിഷ്പ്രയോജനയത്നങ്ങൾ ചെയ്തു തന്നെ ജഗത്ത് ഇതിൽ വിലയേറിയിടും ആയുസ്സിൻ കണ്ണിയറ്റു പോകവേ. വിലയേറുന്ന ആയുസ്സിൻ്റെ കണ്ണി അകറ്റു പോകുന്നതിൻ്റെ മുമ്പേ എന്ത് ചെയ്യണം? ധർമാർത്ഥ കാമ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചിരിക്കണം. വിലയേറിയിടും ആയുസ്സിൻ കണ്ണിയറ്റു പോകവേ. ഇതല്ലേ മതിമാൻ ചെയ്തിടേണ്ടും മുഖ്യ പരിശ്രമം. ആത്മാവിനെ അറിയുക, ആത്മാരാമത്വത്തിൽ ഇരിക്കുക, അതല്ലേ നമ്മൾ ചെയ്യേണ്ട പരമമായ കാര്യം എന്നാണ് ചോദിച്ചത്. എന്നിട്ട് പറയണു, എന്നാലതൊന്നില മണ്ണിൽ മടി കാണിപ്പദേവനും. എന്നാൽ സത്യത്തിൽ ഈ ഒരു കാര്യത്തിലാണ് ഏതൊരുത്തനും മടി കാണിക്കണത് എന്ന് ഗ്രന്ഥകർത്താവ് പറയണു. അനാദി ദുർവാസനകൾ ഉൾത്തിങ്ങിടുക കാരണം. അതിനെന്താ കാരണം? അനാദി, ആദ്യകാലം മുതൽക്ക് തന്നെ മനസ്സിൽ ഉൾത്തിങ്ങിയിടുക കാരണം. എന്ത്? ദുർവാസനകൾ, വേണ്ടാത്ത ചിന്താപദ്ധതികൾ മനസ്സിനെ മതിക്കുമ്പോഴാണ് അന്തര്യാമിയിൽ നിന്ന് നമ്മൾ അകന്നു പോണത്. സത്യവസ്തുവിലൊട്ടേതും വിശ്വാസമില്ലായകയാൽ, ഒട്ടും വിശ്വാസമില്ലായകയാൽ സത്യവസ്തുവിലൊട്ടേതും ഒട്ടും ഇല്ല എന്നാണ് പറഞ്ഞത്. ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമാണ്. സച്ചിൽ സ്വരൂപമാർന്നേറെ മിന്നേണ്ടും മാനവോത്തമൻ. സച്ചിൽ സ്വരൂപമാർന്ന് ചിത്തത്തിൽ രമിച്ച് ചിദാനന്ദഗുഹയിൽ ഇരിക്കുന്ന ചൈതന്യത്തിനെ മനസ്സിലാക്കാണ്ട് നട്ടം തിരിയാണെങ്കിൽ അത് ഏറ്റവും മോശമെന്നാണ് പറഞ്ഞത്. വെറും മൺകട്ടയായി തന്നെ മായുന്നു ഹതഭാഗ്യനായി. ഈ ശരീരം നശിക്കുന്നതിൻ്റെ മുമ്പ് മോക്ഷപ്രാപ്തി നേടിയിട്ടില്ലെങ്കിൽ ഈ ശരീരം ഒരു മൺകട്ടേനെ പോലെ വ്യർത്ഥമാവുന്നു എന്ന് പറയണു വ്യാസർ. വെറും മൺകട്ടയായി തന്നെ മായുന്നു ഹതഭാഗ്യനായി. മഹേശ്വരൻ്റെ തൃപ്പാദം ആശ്രയിക്കാതെ കേവലം. മഹേശ്വരൻ്റെ, മഹത്താം ഈശ്വരൻ്റെ തൃപ്പാദം ആശ്രയിക്കാതെ കേവലം ഭാര്യ മക്കളിൽ നന്നായി വിശ്വസിച്ച് അവർ വാഴുകയാം. ഭർത്താവിനോ, അത് ഐദർ സ്പൗസ്, ഐദർ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനോടും കുട്ടികളോടും മരുമക്കളോടും പേരക്കുട്ടികളെയും വിശ്വസിച്ച് ജീവിക്കുകയാണ്. കാല് വാരണ കാലാണ്. എന്നും കാല് വാരിയിട്ടേ ഉള്ളൂ. ഭാര്യ മക്കളിൽ നന്നായി വിശ്വസിച്ചവർ വാഴുകയാം. ഗൃഹദേഹാദി ചിന്തിച്ചുകൊണ്ടു തന്നെ കൃതാർത്ഥരായി. ഇന്ന് തെറ്റിദ്ധരിക്കണമെന്നാണ് പറഞ്ഞത്. ഊണിൽ കവിഞ്ഞൊരു
ഊണിൽ കവിഞ്ഞൊരാദർശം അവർക്കില്ല ജഗത്തതിൽ. നന്നായിട്ട് ഊണ് കഴിക്കണം, ഉറങ്ങണം, മൈഥുനാദി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നല്ലാണ്ട് ഈശ്വര പ്രാർത്ഥന വേണം. അത് എങ്ങനെ വേണം, ഈശ്വരൻ എവിടെയാണ് എന്നുള്ളത് ആർക്കും അറിയണ്ട എന്നാണ് പറഞ്ഞത്. ഊണിൽ കവിഞ്ഞൊരാദർശം അവർക്കില്ല ജഗത്തിതിൽ. തൊഴിൽ വല്ലതും ഒന്നുണ്ടെന്നായാലോ ഭാഗ്യശാലിയായി. ഒരു ഗവൺമെൻറ് ജോലിയുണ്ട്, പെൻഷനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാമായി. ഇനി മിണ്ടാണ്ടിരുന്നാൽ പറയും ഇനി എന്തിനാ ഭാഗവതം പറഞ്ഞത്, ഇനി എന്തിനാ ശ്രീകൃഷ്ണ കഥാമൃതം പറയണതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. വേറൊന്നും കിട്ടിയില്ല ഇതെനിക്ക്. എന്തൊക്കെ പറയണ്ട, അവിടെ ആന ഓടി ഇവിടെ ആന ഓടി ഇല്ലേ? അതല്ല സത്യം. നിയമത്തിൻ വിധേയത്വം നോക്കേണ്ട, സുഖമേ സുഖം ഫലിതം ചൊല്ലി മോദിക്കും ഇഷ്ടം പോലെ നടന്നിടാം. ഇപ്പോൾ ആൾക്കാർക്ക് എന്തിനാ ലൈസൻസ് വേണ്ടത്? നിയമത്തിൻ വിധേയത്വം. എന്താ നിയമം? ഈശ്വര ആദേശങ്ങൾ, ഈശ്വരനാൽ പ്രവചിക്കപ്പെട്ട ആദേശങ്ങൾ ഉൾക്കൊള്ളാതെ കണ്ടുള്ള ജീവിതം നമ്മളെ എവിടെയും എത്തിക്കില്ല. നിയമത്തിൻ വിധേയത്വം നോക്കേണ്ട, സുഖമേ സുഖം ഫലിതം ചൊല്ലി മോദിക്കാം ഇഷ്ടം പോലെ നടന്നിടാം അല്ലേ? അപ്പോൾ പല വിനോദങ്ങളിലും പങ്കുകൊള്ളാം ഉറങ്ങിടാം, പല വിനോദങ്ങളിലും പങ്കുകൊള്ളാം ഉറങ്ങിടാം, അടുക്കളയിലും മറ്റും വീരവാദം മുഴക്കിടാം. അന്യദോഷവും അശ്ലീലങ്ങളും മോദി രസിച്ചിടാം. ഇനി എന്താ വേണ്ടത്? അന്യദോഷവും അശ്ലീലങ്ങളും മോദി രസിച്ചിടാം. ആത്മസാധനയൊന്നുണ്ടെന്നറിഞ്ഞിട്ടില്ലിതേവരെ. ആത്മസാധന പറഞ്ഞിട്ടൊന്നുണ്ട്, അത് എന്തുകൊണ്ട് നമ്മൾ അറിയണില്ല എന്നാണ് ചോദിച്ചത്. എന്നിട്ട് അന്യദോഷവും അശ്ലീലങ്ങളും മോദി രസിച്ചിടാം. ആത്മസാധനയൊന്നുണ്ടെന്നറിഞ്ഞിട്ടില്ലിതേവരെ. സത്യം ക്ഷമ സദാചാരം ബ്രഹ്മചര്യം ശമം ദമം അസംഗത്വം അപാരുഷ്യം. പാരുഷ്യമായിട്ട് ആരോടും പെരുമാറരുത്, അപാരുഷ്യം. സത്സംഗം ഇവയൊക്കെയും എന്തൊക്കെയാണ് പറഞ്ഞത്? സത്യം ക്ഷമ സദാചാരം ബ്രഹ്മചര്യം ശമം ദമം അസംഗത്വം അപാരുഷ്യം സത്സംഗം 9 പറഞ്ഞു. ഇവ ഒക്കെയും അപ്രയോജകമാം പോലും പ്രയോജനമില്ലാത്തതാണ് എന്ന് തെറ്റിദ്ധരിച്ചു. അത് പാലിച്ച് നടക്കുന്നവരെ പരിഹസിക്കലാണ് മേന്മാന്നും വിചാരിച്ചു നമ്മൾ. അപ്രയോജകമാം പോലും അത്തരം പുണ്യമാം പദം അവർക്കു കേൾക്കയേ വേണ്ട ചൊൽവതോ പരിഹാസ്യമാം. അവർക്ക് ഇതൊന്നും വേണ്ട. ചൊൽവതോ പരിഹാസ്യമാം, പരിഹാസിക്കപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ താല്പര്യമുള്ളൂ. ഒരാളെയും ദുഷിച്ചിടാക എന്നതുൾപ്പൂവിൽ ഓർപ്പൂ ഞാൻ. നമ്മളെന്താ ഓർക്കേണ്ടത്? ഒരാളെയും ദുഷിച്ചിടാക എന്നതുൾപ്പൂവിൽ ഓർപ്പൂ ഞാൻ. ഭഗവത് ശരണാംബോജ ഭക്തിമാധുര്യമെത്രയും. വളരെ ശ്രദ്ധിക്കേണ്ടതാ. ഒരാളെയും ദുഷിച്ചിടാക എന്നതുൾപ്പൂവിൽ ഓർപ്പൂ ഞാൻ. ഭഗവത് ശരണാംബോജ ഭക്തിമാധുര്യം ഇത്രയും. വേദശാസ്ത്ര പുരാണങ്ങളെങ്ങെങ്ങും വെളിവാക്കിയും, വേദശാസ്ത്ര പുരാണങ്ങളെങ്ങെങ്ങും വെളിവാക്കിയും. ഇപ്പോൾ നമ്മുടെ ഈ ശ്രീകൃഷ്ണ കഥാമൃതം അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം മൂലം ഇത് എന്തിനാ പറയണത്? വേദശാസ്ത്ര പുരാണങ്ങളെങ്ങെങ്ങും വെളിവാക്കിയും അണുപോലും അകക്കാമ്പിൽ ആദരിക്കാതെ കേവലം നടന്നിടായിക. അണുപോലും അകക്കാമ്പിൽ ആദരിക്കാതെ കേവലം ശ്രദ്ധിക്കായവതിൽ ഉൾത്തിങ്ങും അഴൽ കൊണ്ടുര ചെയ്വതാം. അതായത് ഈ പറയുന്ന സത്യം ക്ഷമ സദാചാരം ബ്രഹ്മചര്യം ശമം ദമം അസംഗത്വം അപാരുഷ്യം സത്സംഗം
ഇവയെ വർജിച്ചാൽ ശ്രദ്ധിക്കായവതിൽ ഉൾത്തിങ്ങും അഴൽ കൊണ്ടു ചൊല്ലുവതാം. മനസ്സിലുണ്ടാവാൻ പോകുന്ന ദുര്യോഗങ്ങളെപ്പറ്റി അറിയാം, അതുകൊണ്ട് പറഞ്ഞു പോയി എന്ന് മാത്രം. സൗകര്യമാവതും ചെയ്തിടണം ആ ദയനീരരിൽ. അല്ല, ഭഗവത് കഥ കേൾപ്പാനും കീർത്തിപ്പാനും തരം വരാം. അങ്ങനെ ആയാൽ എന്താ ഉണ്ടാവുക? ഭഗവത് കഥ കേൾപ്പാനും കീർത്തിപ്പാനും തരം വരാം. സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളത്. സ്വന്തമായിട്ട് ഊണ് കഴിക്കണില്ലേ, അതേപോലെ സ്ത്രീ ശൂദ്രാദികൾ ആ മട്ടിൽ മാറുകയാം. നിങ്ങളിൽ ചിലർ സ്ത്രീകളെപ്പോലും ശൂദ്രാദികളെപ്പോലും ജീവിക്കണം. കാരണം എന്താ? ഈശ്വരോപാസനയുടെ മർമ്മം അറിയാത്തത് കാരണം എന്താണ്? സ്ത്രീ ശൂദ്രാദികൾ ആ മട്ടിൽ വാഴുകയാം. നിങ്ങളാൽ ചിലർ സൗകര്യമാവതും ചെയ്തിടണം ആ ദയനീയരിൽ. സൗകര്യം ആവതും, ദയനീയർക്ക് സൗകര്യം ചെയ്യണം. സൗകര്യം ചെയ്തില്ല വിചാരിക്കുക, നമ്മൾ ദയനീയരായാൽ ആരും നമ്മളെ കൂട്ടാക്കില്ല. അങ്ങനെ ഒരു പരിതസ്ഥിതി നമ്മൾ വരുത്തണോ വേണ്ടയോ? ഇതാണ് ചോദ്യം. സ്ത്രീ ശൂദ്രാദികൾ ആ മട്ടിൽ വാഴുകയാം. നിങ്ങളാൽ ചിലർ സൗകര്യമാവതും ചെയ്തിടണം ആ ദയനീയരിൽ. പണ്ഡിതമന്യരായി മേവും ചിലരുണ്ടിനി മന്യതിൽ. പണ്ഡിതന്മാരാണെന്ന് നടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് കുറേ. പണ്ഡിതമന്യരായി മേവും ചിലരുണ്ടിനി മന്യതിൽ. അഹങ്കാര മഹാവ്യാധി അവർക്കാം മാറ്റുവാൻ പണി. അഹങ്കാരം മഹാവ്യാധിയാണെന്നാണ് പറഞ്ഞത്. അഹങ്കരിക്കുക എന്ന് പറഞ്ഞാൽ മഹാവ്യാധി, വലിയൊരു അസുഖമാണ്. അതിന് പഥ്യമായ ആഹാരം, ഭാഗവതം പരിശീലനം, ഭാഗവതം ശീലിക്കുക. ഭഗവാൻ പറഞ്ഞത് നമ്മൾ ശീലിച്ച് ജീവിതത്തിൽ പകർത്ത് അതേ രക്ഷയുള്ളൂ. പണ്ഡിതമന്യരായി മേവും ചിലരുണ്ടിനി മന്യതിൽ. അഹങ്കാരം മഹാവ്യാധി അവർക്കാം മാറ്റുവാൻ പണി. എന്നിട്ട് പറയണു, ജന്മവും കർമ്മവും കൊണ്ടു മാത്രം മേന്മ നടിക്കയാം. ജന്മവും കർമ്മവും കൊണ്ടു മാത്രം മേന്മ നടിക്കയാം. വിപ്രക്ഷത്രിയ വൈശ്യന്മാർ വേദാധ്യായനശാലികൾ. വിപ്രന്മാര്, ക്ഷത്രിയന്മാര്, വൈശ്യന്മാര് വേദങ്ങൾ അധ്യയനം ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷേ അകത്തേക്ക് തട്ടണില്ല, പുറമോടിക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞത്. കർമ്മബന്ധകമാവാത്ത വിധം ചിന്തിച്ചു നോക്കിയോ. കർമ്മബന്ധമാവാത്ത വിധം. കർമ്മം ചെയ്തോളൂ, പക്ഷെ കർമ്മത്തിനോട് ബന്ധം പാടില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കർമ്മത്തിൻ്റെ ഗതിവിഗതികളിൽ സ്വാർത്ഥത ഉണ്ടാവാൻ പാടില്ല. എനിക്കെന്നും എൻ്റേതെന്നും ഉണ്ടാവാൻ പാടില്ല. കർമ്മം ചെയ്യൂ, അത് മറ്റുള്ളവർക്ക് ഉപകാരമായ നമ്മൾ രക്ഷപ്പെട്ടു. ആരാ ചെയ്യണം? അവർ രക്ഷപ്പെട്ടു. കർമ്മബന്ധകമാവാത്ത വിധം ചിന്തിച്ചു നോക്കിയോ. വിജ്ഞരോടരികിൽ ചെന്നു ചോദിച്ചോ വല്ല മട്ടിലും. വിശേഷപ്പെട്ട ജ്ഞാനമുള്ളവരിൽ നിങ്ങൾ സംശയ നിവൃത്തി ചെയ്തോ ഇല്ലയോ? ഞാൻ ഒരു 6,000 rupees ചിലവാക്കിയിട്ട് ഒരു കുറേ അധികം പോസ്റ്റ് കാർഡ് സൈസിൽ ഭഗവാന്റെ ചില സ്വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും സ്വസ്ത്രങ്ങളല്ല, ബേസിക് ഭഗവൻ ഭൂതഭാവേശ ന ജാനേ ഹിതമാത്മന ത്വമേവ സഞ്ചിന്തി വിഭോഹിതം മേ കർത്തുമർഹസി, അതേപോലെയുള്ളത്. എന്നിട്ട് വേറൊരു പുറത്ത് ഞാൻ എൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്. അപ്പം ഞാൻ അതിൽ പറഞ്ഞു, ഇങ്ങനെ ജ്ഞാനാനന്ദ സരസ്വതി, മഹാഭാരതം അല്ലെങ്കിൽ ഭാഗവതം, ദേവി ഭാഗവതം ഒക്കെയാണ് ഞാൻ റെഫർ ചെയ്യണത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, എന്നെ കൊണ്ടാവുന്ന പോലെ സമാധാനം റിപ്ലൈ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻട്രൊഡക്ടറി നോട്ട്. യു വിൽ നോട്ട് ബിലീവ് എത്ര 1000 1500 ഞാൻ അവിടെയും ഇവിടെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഒരാളും ഇന്നേ വരെ എന്നെ വിളിച്ച് സാറേ ഇതെന്താണെന്ന് ചോദിച്ചിട്ടില്ല. എൻ്റെ ആവശ്യമില്ല അവർക്ക്.
പിന്നെ ഇപ്പം അടുത്ത് അത് പിന്നെ ഡേറ്റ് ഔട്ട്ഡേറ്റഡായി. കാരണം അതിനേക്കാൾ ഞാൻ കൂടുതൽ പഠിച്ചു. അപ്പം പിന്നെ അത് ആദ്യം ചേർക്കാൻ എനിക്കിനി സമയമില്ല, വേണ്ട. ഞാനത് ആക്രിക്കാരന് കൊടുത്തു. കാരണം ഇത് വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് ജീവിതം. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്? ഈശ്വരാർപ്പണമായി ചെയ്തു ശീലിക്കില്ല അഭിമാനികൾ യാഗക്രിയകളിൽ കാണും ചടങ്ങ് അന്യോന്യമോദിയും. യാഗക്രിയകളിൽ കാണും ചടങ്ങെന്ന കാണും ചടങ്ങ് അന്യോന്യമോദിയും. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് സമയം കളയുന്നതാണ് പറഞ്ഞത്. വിൺപൂമേടകളും മറ്റും വിശ്വസിച്ചേറെ വാഴ്ത്തിയും. വിൺപൂമേടകൾ സ്വർഗത്തിനെ പറ്റിയിട്ട് മറ്റും വിശ്വസിച്ചേറെ വാഴ്ത്തിയും. എനിക്ക് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞിട്ട് കുറേ കാശ് ചിലവാക്കണ ആൾക്കാരുണ്ട്. ഉർവശ്യാദികൾ തൻ ചന്തം ചിന്തിച്ച് ആഹൂതി നൽകിയും. സ്വർഗം കിട്ടിയാൽ അവിടെ ഉർവശിയുമായിട്ട് രമിക്കാം, അല്ലെങ്കിൽ ഉർവശിയാദികളുടെ ചന്തം ചിന്തിച്ച് ആഹൂതി നൽകുക എന്ന് പറഞ്ഞാൽ യജ്ഞത്തിൽ, യാഗത്തിൽ, ഹോമത്തിൽ ഹോമിക്കണേനാണ് പരിഹസിക്കുന്നത്. മറ്റോരിൽ മേന്മ കാൺകിൽ ആഹ്ലാദം തീരെ പറ്റിയും. ഏറ്റവും വലിയ മോശമായിട്ടുള്ള കാര്യമാണ്. ഒരാൾ നന്നാവണ് കണ്ടുകൂടാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? പാപികൾ എന്നല്ലാണ്ടൊന്നും പറയില്ല. മറ്റോരിൽ മേന്മയെ കാൺകിൽ ആഹ്ലാദം തീരെ പറ്റിയും. മഹിതാത്മാക്കളായോരെ മാനിക്കേണ്ടും ഗൃഹങ്ങളിൽ മാനിക്കാതെയും. മലർവേണികളെ പൂജിച്ചവർക്കാനന്ദമേറ്റിയും. മലർവേണികളെ പൂജിച്ചവർക്കാനന്ദമേറ്റിയും. സ്ഥിരോത്സാഹത്തോടുകൂടി തൻ്റെ ഉള്ളിൽ വർത്തിക്കുന്ന ആത്മീയ ചൈതന്യത്തിനെ അനുസന്ധാനം ചെയ്യാതെ കണ്ട് മലർവേണികളെ പൂജിച്ച്, സ്ത്രീകളെ പൂജിച്ച്, അല്ലെങ്കിൽ സ്ത്രീകളാൽ പൂജിക്കപ്പെട്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അർത്ഥത്തിലാട്ടോ പറഞ്ഞത്. ആനന്ദമേറ്റിയും ധനധാന്യാദി നിങ്ങൾക്ക് വളർന്നിടട്ടെ മേൽക്കുമേൽ എന്നല്ല വേണ്ടത്. ധനധാന്യങ്ങളെ അപഹരിച്ചാലാണ് ഭക്തി ഉണ്ടാവുള്ളൂ എന്നാ ഈശ്വരമതം. മൂർധാവിൽ ഈ മട്ട് അന്യോന്യം ആശീർവാദങ്ങളും ഊണും ദക്ഷിണയും മറ്റും എണ്ണി ചുരുക്കിയും. ദക്ഷിണ വാരിക്കോരി കൊടുക്കണമെന്നാ, പക്ഷെ അത് കമ്മിയാക്കും. മൂർധാവിൽ ആ മട്ട് അന്യോന്യം ആശീർവാദങ്ങളേകയും ഊണും ദക്ഷിണയും മറ്റും എണ്ണി ചുരുക്കിയും. യാഗത്തിൻ പേരിൽ ഉപജീവനം ഓർത്ത് അവിവേകികൾ വിവേകത്തീരില്ലാത്തവർ പശുക്കളെ കൊന്നും പണം പിശയ്ക്ക് കൊണ്ടും നിസ്ത്രപം. യാഗങ്ങളുടെ പേര്, യാഗത്തിൻ പേരിലും ഉപജീവനം ഓർത്ത് അവിവേകികൾ പശുക്കളെ കൊന്നു പണം പിശക്കിക്കൊണ്ടു നിസ്ത്രപം മഹാഭാഗവതന്മാരായവരെ പരിഹസിച്ചും. മഹാഭാഗവതന്മാരായോരെ പരിഹസിക്കയാം പഠിപ്പൂ തറവാടിത്തം പണം സൗന്ദര്യം ഈ വക. തികഞ്ഞ ഈശ്വരനെ പോലും നിന്ദിച്ചുകൊണ്ടും വാഴുകയും. ഈശ്വരനെ കൂടി നിന്ദിച്ചു വാഴുന്ന പറഞ്ഞത്. ആത്മാവായുള്ളിലെന്നെന്നും ആകാശം പോലെ സംഗനായി ആത്മാവായുള്ളിലെന്നെ എന്നും ആകാശം പോലെ സംഗനായി അഭീഷ്ടനായി ഈശ്വരനായി വിളങ്ങും വേദവേദ്യനെ എമ്മട്ടറിഞ്ഞിടും നല്ലോരരുളി ചെയ്തു കേൾക്കിലും. നല്ല ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിലും അത് കേൾക്കാനുള്ള വിവേകമില്ലാതെ കണ്ട് അവരെ ദ്രോഹിച്ചോ അപഹസിച്ചുകൊണ്ടോ സമയം പോക്കുന്ന ആൾക്കാരാണ് ജാസ്തി. അപ്പോൾ പ്രവൃത്തി പരമായ അർത്ഥം മറ്റും മലിനബുദ്ധികൾ ചീത്ത ഗതിയുള്ളവരെന്നർത്ഥം.
നല്ലതറിയാത്തത്. പ്രവൃത്തിപരമായാർത്ഥം മറ്റും മലിനബുദ്ധികൾ സ്ത്രീ സംഗമധ്യമാം സാധിക്കാമനയായി നോക്കൂ. പ്രവൃത്തി പരമായർത്ഥം മറ്റും മലിനബുദ്ധികൾ സ്ത്രീസംഗ മധ്യമാം കാമനായി മരുനിൽക്കുമോ. ഒന്നുകൂടി പോളിഷ് ചെയ്യേണ്ടതില്ല. പ്രവൃത്തിപരമായർത്ഥം മാറ്റും മലിനബുദ്ധികൾ സ്ത്രീസംഗമധ്യമാം സാധിക്കാംനായ ആരു നിൽക്കുമോ. അതെ, ആര് നിൽക്കും? എന്തിന്? സ്ത്രീസംഗത്തിനും മദ്യമാംസാദി കാമിച്ചുകൊണ്ട് ആര് നിൽക്കുന്ന ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് പറയണു, വിവാഹാദികൾ നിർബന്ധമുള്ളവർക്കനുവദിപ്പതാം. വിവാഹം കഴിച്ചോളണമെന്ന് നിർബന്ധമില്ല. ചിട്ടപ്രകാരം ജീവിക്കാൻ, ഡീസൻ്റ് വിടാണ്ട് മാരകമായ ദുശ്ശീലങ്ങളില്ലാണ്ട് ജീവിക്കാന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. അതാണ് പറഞ്ഞത്. വിവാഹാദികൾ നിർബന്ധമുള്ളവർക്കനുവദിപ്പതാം സ്വതേ ചെയ്വതിന് ഈ വണ്ണം വേദവാക്യം വിധിക്കുമോ. വേദവാക്യത്തിൽ ബ്രഹ്മചാരി ആവണമെന്നാണ് പറയുന്നത്. കാരണം ഈ ചളിക്കുണ്ടിൽ, ജീവിതമാകുന്ന ചളിക്കുണ്ടിൽ, സംസാര സാഗരത്തിൽ മുങ്ങിത്താഴണമെന്ന് ഈശ്വരൻ പറയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത്രയൊന്നും ഡെപ്തിൽ പോണില്ല ആരും. ആവോളം അവയൊട്ടൊട്ടായൊതുക്കാനുര ചെയ്തതാം. ആവോളം ഒതുക്കാനുര ചെയ്തതാം. ഇവിടെ തുപ്പുകെന്നാങ്ങാനും ഉണ്ടെഴുതി കാണെങ്കിൽ ആ വിധം ചെയ്യാനല്ല അത് മറ്റെങ്ങുമരുതെന്നു നിഷേധമാം. ധനസമ്പാദന ക്ലേശമെന്നാൽ ചെയ്യുവതെന്തിനാം. വളരെ വിഷമിച്ചിട്ടാണ് പറഞ്ഞത്. ചെയ്യാനല്ലത് ഇവിടെ തുപ്പുകെന്നെങ്ങാനും എഴുതിക്കാണെങ്കിൽ ആ വിധം ചെയ്യാനല്ല അത് മറ്റെങ്ങും മരുതെന്നു നിഷേധമാം. വേറെ എവിടെയും തുപ്പരുത്, ഇവിടെ തുപ്പിക്കൊള്ളുക. എന്നാൽ ഇവിടെ തുപ്പിക്കൊള്ളണം എന്നല്ല പറഞ്ഞത് എൻ്റെ താല്പര്യം. വളരെ ശ്രദ്ധിക്കണം. ചെയ്യാനല്ല അത് മറ്റെങ്ങും മരുതെന്നു നിഷേധമാം. ധനസമ്പാദന ക്ലേശമെന്നാൽ ചെയ്യുവതെന്തിനാം. ശങ്കിക്കായിക ഈശ്വരപ്രീതി പ്രദധർമ്മങ്ങളാവതും. ശങ്കിക്കാക ഈശ്വരപ്രീതിപ്രദ ധർമ്മങ്ങളാവതും. ശങ്കിക്കാക ഈശ്വരപ്രീതിപ്രദൻ ആവണം. എന്നാൽ എന്ത് ചെയ്യണം? പ്രദധർമ്മങ്ങളാവതും ചെയ്യുവാനാണ്. അതിനെന്നാലേ സാഫല്യം നരപുങ്കവ. അതിനെന്നാലേ സാഫല്യം. ഒരു വാക്ക് പറയണ്ടായ നരപുങ്കവ, മനുഷ്യനായിട്ട് ജനിച്ചവനിൽ കേമനേന്നാ പറഞ്ഞത്. അപ്പോൾ മനുഷ്യനായിട്ട് ജനിച്ചാൽ കേമത്വം വേണം. എന്തിലെ? ഈശ്വരീയതയിൽ. വേറൊന്നിലും പാടില്ല എന്ന് പറയണം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന.